എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം പതിവ് പോലെ രേഷ്മ പി തങ്കച്ചൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിസ്ക്ലൈമർ ആദ്യമേ പറയുവാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ കാണാവൂ. വെറുതെ കണ്ടതിന് ശേഷം വന്നിരുന്നിട്ട് നിനക്ക് വേറെ പണിയില്ലടാ, നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടല്ലോ, വല്ല ജോലിക്ക് മുക്കൂടെ എന്നൊക്കെ ചോദിക്കരുത്. അങ്ങനെ ചോദിക്കുന്നവർക്കുള്ള മറുപടി ഞാനൊരു ഷോർട്ട് വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ അത് കണ്ടു, കുറേ പേര് കമൻറ്റുകളൊക്കെ ചെയ്തു. ഒരുപാട് സന്തോഷം നല്ല നല്ല കമൻറ്റ് അയച്ച ആൾക്കാർക്ക്. അപ്പോൾ ഇനിയും എൻ്റെ പണി എന്താണെന്ന് ചോദിച്ച് വരുന്ന ആൾക്കാർക്കുള്ള മറുപടി ആ ഷോർട്ട് വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് രേഷ്മ പി തങ്കച്ചൻ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ഈ പറഞ്ഞ രേഷ്മ പി തങ്കച്ചൻ്റെ ഒരു വീഡിയോ പോലും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. രേഷ്മ പി തങ്കച്ചൻ്റെ മാനേജറോട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ ശരിക്കും കേരളത്തിലുള്ള മാനാഭിമാനമുള്ള ഓരോ അമ്മമാരും ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഈ അമ്മ അവരോട് ചോദിച്ചിട്ടുള്ളത്. വിധവ കാർഡ്, 2 മക്കളെ വളർത്താൻ വേണ്ടിയല്ലേ എന്നുള്ള കാർഡ്, ഇതെല്ലാം വലിച്ചു കയറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും ആ ഓഡിയോ കേൾക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാർ ഈ വീഡിയോ കാണും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി എന്നൊരു ആഗ്രഹമുണ്ട്. ഈ വിഷയം രേഷ്മ പി തങ്കച്ചൻ്റെ വിഷയങ്ങൾ എടുക്കുന്നത് ജസ്റ്റ് ഒരു ടൈം പാസ് അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളും അങ്ങനെ കണ്ടാൽ മതി എന്നൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. നമുക്ക് എന്തായാലും ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം. ഈ അമ്മ എന്തൊക്കെയാണ് കരിഷ്മയോട് ചോദിച്ചതെന്നും കരിഷ്മ എന്തൊക്കെയാണ് മറുപടി പറഞ്ഞതെന്നും അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതൊരു കോൾ റെക്കോർഡിംഗ് ഒന്നുമല്ല, ഇവരെനിക്ക് അയച്ചെന്നൊരു ഓഡിയോ ആണ്. അവർ തന്നെ ചോദിച്ച ചോദ്യങ്ങളും അവിടുന്ന് കിട്ടിയ മറുപടികൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് അയച്ചൊരു ഓഡിയോ ആണ്. ഇത് തന്നെയാണോ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ എഴുതുക. നമുക്കൊന്ന് ഓഡിയോ കേൾക്കാം. ഇന്നലെ ഞാൻ പിന്നെ രേഷ്മ പി തങ്കച്ചൻ്റെ മാനേജർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഇന്ന് തിരിച്ച് ആ സ്ത്രീ എന്നെ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ ഈ പറഞ്ഞ രേണുവിൻ്റെ മാനേജർ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതേന്ന്. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിൻ്റെ ബേസിലാണ് ഇവളുടെ മാനേജറായിരിക്കാൻ, എന്ത് ജോലിയിലാണ് എന്ത് ജോലി ചെയ്തിട്ടാണ് ഇവൾക്ക് മാനേജറായിട്ട് ഇരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അത് ഞാൻ വർക്കുകളൊക്കെ പിടിച്ചു കൊടുക്കും. ഞാൻ ചോദിച്ചു എന്ത് വർക്കുകളാണ് നിങ്ങൾ പിടിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ബാറിൽ ഇതുപോലുള്ള കുൽസിത പ്രവൃത്തികൾക്കല്ലേ നിങ്ങൾ അവൾക്ക് ഈ വർക്ക് പിടിച്ചു കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അതല്ല, അങ്ങനല്ല, അവൾക്ക് പിന്നെ ദുബായിലോ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഓരോ വർക്കുകൾ പിടിച്ചു കൊടുക്കുന്നത്. അവൾക്കൊരു വിധവയല്ലേ, ആണ്, 2 പിള്ളേരുണ്ട്, പിള്ളേരെ വളർത്തണ്ടേന്ന്. ഞാൻ ചോദിച്ചു ഈ നാട്ടിലെല്ലാവരും വിധവകളുണ്ട്, ഞാനൊരു വിധവയാണ്. ഞങ്ങളാരും ഇതുപോലെ പൂക്കളും കാണിച്ചു വയറും കാണിച്ച് ബാറിൽ പോയി ഡാൻസും ചെയ്തു ഒന്നുമല്ല ഞങ്ങളാരും മക്കളെ വളർത്തി. അതല്ല, അന്തസ്സായിട്ട് ജോലി ചെയ്താണ് മക്കളെ വളർത്തി. എനിക്കൊരു മോനുണ്ട്, മോനെ വളർത്തി പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയെന്ന് ഞാൻ പറഞ്ഞു. ഉടനെ പറയുക അയ്യോ അവൾക്ക് അതിനുള്ള ഹെൽത്ത് ഭയങ്കര വീക്കാണ്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് ഹെൽത്ത് ഇഷ്യൂ? ഇവൾക്ക് 3-4 ആണുങ്ങൾ ഇവളെ വട്ടമെടുത്തിട്ട് അങ്ങോട്ടെറിഞ്ഞു ഇങ്ങോട്ടെറിഞ്ഞു. ഈ ആണുങ്ങളുടെ ചുമലെ ചാരി നടക്കുന്നതിന്, ഈ ആണുങ്ങളുടെ കൂടെ പോയി ഫ്ലാറ്റ് ഷെയർ ചെയ്യുന്നതിനൊന്നും ഇവൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഇല്ല. ഓക്കെ, ബാക്കി കുറച്ചുകൂടെ ഉണ്ട്. ഇതിനകത്ത് ആദ്യം ഈ കരിഷ്മ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് അവർ വിധവയല്ലേ, അവർ 2 കുട്ടികളെ വളർത്താൻ വേണ്ടിയല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ നരേഷൻ തന്നെയാണ് രേഷ്മ പി തങ്കച്ചനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ചോദിക്കുന്നത്. അവർ വിധവയല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഈ വിധവകളെല്ലാം ഏറ്റെടുക്കാൻ വേണ്ടിയാണോ കരിഷ്മ നിൽക്കുന്നത്? എല്ലാ വിധവകളെയും കരിഷ്മ ഏറ്റെടുക്കാൻ തയ്യാറാണോ? പാവപ്പെട്ട വിധവകൾ ഒരുപാട് ആൾക്കാരുണ്ട്, രേഷ്മ പി തങ്കച്ചൻ മാത്രമല്ല. ഈ വിധവകളെല്ലാം കരിഷ്മ കൊണ്ടുപോയിട്ട് നന്നാക്കി കൊണ്ടുവരൂ. 2 മക്കളെ വളർത്താൻ വേണ്ടിയല്ലേ? 2 മക്കളെ എവിടെയാണ് അവർ വളർത്തുന്നത്? ഒരാൾ കൊല്ലം സുധിയുടെ വീട്ടിലാണ്, തറവാട്ടിലാണ്. അവിടെയുള്ള ആൾക്കാരാണ് അവനെ നോക്കുന്നത്. ഇതിന് മുൻപാണെങ്കിൽ പോലും അവൻ അവിടെ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മകൻ്റെ കാര്യം മാത്രം ഇവർക്ക് നോക്കിയാൽ മതി. മാന്യമായിട്ട് ജീവിക്കാനാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം? ഇവരുടെ യൂട്യൂബ് ചാനലും ഇന്നലെ വാക്ക് വിത്ത് വിഷ്ണു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ പറഞ്ഞ വീഡിയോയ്ക്കകത്തുള്ള ചില പോയിന്റ്സ് ശരിയാണ്. അതായത് യൂട്യൂബ് ചാനൽ റൺ ചെയ്യാം. ഇവരുടെയൊക്കെ ചാനലിൽ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ കാണാനുണ്ടാവും. ഒരു മാസം ഒരു 10 വീഡിയോ ഇട്ടാൽ മതി. ഒരു മാസത്തിൽ ആ ഒരു മാസം നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഏർണിങ്സ് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. യൂട്യൂബ് ചാനൽ റൺ ചെയ്യാം, കൊളാബറേഷൻസ് ചെയ്യാം ഇൻസ്റ്റാഗ്രാം വഴി. അതുപോലെ തന്നെ ഈ പറയുന്ന ഇനാഗുറേഷൻസ് വരുമ്പോൾ അതിന് പോകാം. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അഭിനയിക്കാം, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ എന്തിനാണ് ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് ഇറങ്ങുന്നത്? സബ്സ്ക്രിപ്ഷൻ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പം അങ്ങനെ ജീവിക്കേണ്ട ആവശ്യം ഇവർക്കുണ്ടോ?
ഇതാണ് കേരളത്തിലുള്ള ഓരോ അമ്മമാരും ചോദിക്കുന്നത്. ഇവരെ വെറുക്കുന്ന അമ്മമാർ. ഇവരോടുള്ള വെറുപ്പ് തോന്നാനുള്ള കാരണം ഇവരുടെ സംസാരവും ഇവരുടെ അഹങ്കാരവും ഒക്കെ തന്നെയാണ്. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ്? അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അങ്ങനെ ചോദിക്കുന്നതോട് എൻ്റെ ഒരു ചോദ്യം, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും അത്യാപത്ത് സംഭവിക്കുമ്പോൾ നിങ്ങൾ രേഷ്മ പി തങ്കച്ചൻ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ? എങ്കിൽ നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. നിരന്തരം കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടു, വേറെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തുണി പറിച്ച് ജീവിക്കുന്നുണ്ടല്ലോ, നിങ്ങളെന്താ അവരെക്കുറിച്ച് സംസാരിക്കാത്തത്? എടോ, അവരൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് അവരുടെയൊക്കെ പ്രൊഫൈലുകളിലാണ്. അവരുടെയൊക്കെ പ്രൊഫൈലുകളിൽ, അപ്പോൾ ആ പ്രൊഫൈലിലുള്ള വീഡിയോ നമ്മുടെയൊക്കെ പ്രൊഫൈലിൽ വരികയാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വിടാം. ഒറ്റ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്താൽ മതി. പക്ഷേ രേഷ്മ പി തങ്കച്ചനെ സംബന്ധിച്ച് 8-10 ചാനലുകാർ പുറകെ നടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പൂജയ്ക്ക് ഇവർ പോയി. ആ പൂജയുടെ സംബന്ധിച്ച വീഡിയോകളൊന്നും അധികം പുറത്ത് കണ്ടിട്ടില്ല. കംപ്ലീറ്റ് ഇവരുടെ ബൈറ്റുകളാണ്. ഒരു ചാനലിൻ്റെ ഒരു 15-20 ബൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ 8 ചാനൽ എത്ര ബൈറ്റ് വരും? 160 ബൈറ്റ് മിനിമം വരും, ഇല്ലേ? ഈ 160 ബൈറ്റ് ഇങ്ങനെ കയറി ഇറങ്ങി പോവാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇവർ സംസാരിക്കുന്ന രീതികൾ, ഭാഷ, ആ ഭാഷയ്ക്ക് ഇപ്പോൾ കുറച്ചൊരു മയം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ പോലും ഇടയ്ക്ക് പഴയ രേഷ്മ പി തങ്കച്ചൻ പുറത്ത് വരും, അതും കാണുന്നുണ്ട്. ചില വാക്കുകൾ വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞാനത് എൻജോയ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവർ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം, ഇവർ വെറും ഒരു കോമാളി ആയിക്കൊണ്ടിരിക്കുക ജനങ്ങളുടെ മുമ്പിൽ. ഒരു ഇമേജും, ഒരു ഗുഡ് ഇമേജ് ഇവർക്കില്ല. നമ്മളൊക്കെ പോലും ഈ ഒരു വീഡിയോ ചെയ്യുന്ന പോലും ഒരു ഫൺ ലെവലിൽ മാത്രമേ ഉള്ളൂ. ആ ഒരു ആസ്പെക്ട്സിൽ മാത്രം കണ്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കാണാൻ ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ കാണാനുണ്ട്. എത്ര പേര് വന്ന് കാണണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും ഈ ചെയ്യണമെന്ന് പറയുന്നവർ എന്നെ വന്നിരുന്ന് കാണുന്നുണ്ട്. അതാണ് രസം. ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് രേഷ്മ പി തങ്കച്ചൻ്റെ വിഷയങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ എൻ്റെ വ്യൂ നോക്കണം, അപ്പോൾ മനസ്സിലാവും ഇവരുടെ വിഷയം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവർ അത്രയധികം ആൾക്കാർ വെറുക്കുന്നുണ്ട്. ഇവരുടെ വിഷയം ഇവർ നിർത്തിയോ അല്ലെങ്കിൽ ഇവരുടെ കൂടുതൽ നെഗറ്റിവിറ്റി എന്താണ് പുറത്ത് വന്നിട്ടുള്ളത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് ആൾക്കാർ വന്നിരുന്ന് കാണുന്നത്. അല്ലാണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. സപ്പോർട്ട് ചെയ്യുന്നത് 10% വെറുക്കുന്നത് 90% ഉണ്ട്. അതിലൊരാളാണ് ഈ ഒരു സാഹസം കാണിച്ചിരുന്നത്, കരിഷ്മനെ വിളിച്ചത്. അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ, എല്ലാവരും ചെയ്യാൻ മെനക്കെടുന്ന ഒരു കാര്യമല്ല. ഇവരെന്തൊക്കെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളതും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. നേരെ ജോലി എടുത്ത് ജീവിക്കാൻ എന്താ ഈ ഇത്ര ഹെൽത്ത് ഇഷ്യൂ എന്ന് ചോദിച്ചു. അത് ആകെ ഒരു ചെറിയ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെണ്ണിൻ്റെ അത്ര, അതിന് ശരീരവുമില്ല, ഒന്നുമില്ല. ഞാൻ ചോദിച്ചു, അങ്ങനെയൊക്കെ ഉള്ള ആളെ നിങ്ങൾ എന്തിനാ കൊണ്ടു നടക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അവൾക്ക് ശരീരമില്ല, ഒന്നുമില്ല, പിന്നെ നിങ്ങൾ എന്തിനാ കൊണ്ടു നടക്കുന്നതെന്ന് ചോദിച്ചു. അത് 2 കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യമാണ് ഇവരെല്ലാവരും പറയുന്നത്. ഞാൻ ചോദിച്ചു, ഇവൾക്ക് ഫ്ലവേഴ്സിൽ നിന്ന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു, ഇവൾ എന്തുകൊണ്ട് ആ ജോലി ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് ഫ്ലവേഴ്സുകാർ ചുമ്മാ പറയുന്ന, അവരിങ്ങനെ ചുമ്മാ ഓഫർ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവർ ഓഫർ ഇടുന്നതേ ഉള്ളൂ. ഫ്ലവേഴ്സിലുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് പറയേണ്ട കാര്യമാണിത്. അതായത് രേഷ്മ പി തങ്കച്ചൻ്റെ മാനേജറാണ് ഈ കാര്യം പറഞ്ഞേക്കുന്നത്. ഫ്ലവേഴ്സുകാർ വെറും ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടക്കുന്നതാണ്. കിച്ചുവിനെയും ഋതപ്പനെയും പഠിപ്പിക്കാനുള്ള കാശ് ഫ്ലവേഴ്സ് ചാനലിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുന്നില്ല എന്നാണ് ഇവരിപ്പോൾ പറയുന്നത്. ആരാ? രേഷ്മ പി തങ്കച്ചൻ്റെ മാനേജർ പറഞ്ഞതായിട്ട് ഈ അമ്മ പറയുന്നത്. ഇവർക്ക് എന്തായാലും വെറുതെ വന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കരിഷ്മ പറഞ്ഞ കാര്യങ്ങളാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് പറയേണ്ടത് ചാനലുകാരാണ്. നിങ്ങളാണ് ഓഫർ ചെയ്തത് പഠിപ്പിക്കാനുള്ള കാശ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഇപ്പോൾ നിങ്ങളത് കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിന് മറുപടി പറയേണ്ടത് ചാനലുകാരാണ്, നമ്മളല്ല. ബാക്കിയേക്കാം. അല്ലാതെ അവർ ജോലിയൊന്നും കൊടുക്കത്തില്ല, അവർ കൊടുക്കത്തുമില്ല, അവരിങ്ങനെ ചുമ്മാ പറഞ്ഞു പറ്റിക്കലേ ഉള്ളെന്ന്. ജോലിയുടെ കാര്യം കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടറായിട്ടുള്ള അനുപേട്ടൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് അക്കൗണ്ടൻറ്റിൻ്റെ ജോലി ആയതുകൊണ്ട് രേഷ്മ പി തങ്കച്ചന് വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതേ അനുപേട്ടൻ പറയുന്നത് അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നും അല്ലായിരുന്നു. ഒരു 1-2 ആഴ്ച അവിടെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന പണിയായിരുന്നു. പക്ഷേ ഇവരത് വേണ്ട, ഇവർ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജോലിയുടെ കാര്യം അവിടെ കഴിഞ്ഞു. പക്ഷേ മറ്റേ പൈസ കൊടുക്കാത്ത കാര്യം എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. അത് ചാനലുകാരും അവർ നമ്മളുടെ ഡീലിംഗ് ആണ്. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ചിലപ്പോൾ അവർക്ക് കൊടുക്കണം തോന്നിയിട്ടുണ്ടാവും. ഇവരുടെ ഈ കുന്തളിപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തിനാണ് കൊടുക്കുന്നത്, ആ പൈസ വേറെ പാവങ്ങൾ കൊടുത്താൽ പോരെ എന്ന് തോന്നിയിട്ടുണ്ടാവാം. ബാക്കിയേക്കാം. ഇങ്ങനെയാണ് പറയുന്നത്. കിച്ചുവിനെ പഠിപ്പിക്കുന്ന കാര്യം അതൊക്കെ വെറുതെ അവർ പറയുന്നതെന്നാണ് പറയുന്നത് ഈ കരിഷ്മ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവളെ കൊണ്ട് നടന്നു, നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ക്ലീവേജ് കാണിക്കുമോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ വയറ് കാണിക്കുമോ, നിങ്ങളുടെ പൊക്കിള് കാണിക്കുമോ, അല്ലെ നിങ്ങൾക്ക് ഒരു മകളുണ്ടെങ്കിൽ നിങ്ങളുടെ മകളെ നിങ്ങൾ സമ്മതിക്കുമോ, ഇതുപോലത്തെ പണി ചെയ്യാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. എനിക്കതിനുള്ള കോൺഫിഡൻസ് ഇല്ല, എനിക്കതിനുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല. അവൾക്ക് ഈ പറഞ്ഞ രേണു എന്ന് പറഞ്ഞവൾക്ക് എന്തും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് അവൾ എന്തും കാണിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് ആരാണെന്ന് മനസ്സിലായല്ലോ? രേഷ്മ പി തങ്കച്ചൻ്റെ മാനേജർ പറഞ്ഞതാണ്. രേഷ്മ പി തങ്കച്ചന് എന്തും കാണിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. അതുപോലത്തെ കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുമായിരുന്നോ? കാണിച്ച് ജീവിക്കുമായിരുന്നോ? അല്ല, കരിഷ്മയുടെ ചോദ്യമാണ്,
നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാണിച്ച് ജീവിക്കുമായിരുന്നു. ഈ രേഷ്മ പി തങ്കച്ചനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് എൻ്റെ ചോദ്യമാണിത്. നിങ്ങൾ എന്തുകൊണ്ട്, എന്ത് കണ്ടിട്ടാണ്, എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇവർ ശരിക്കും എന്താണ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ്? വിധവയായി കഴിഞ്ഞാൽ ഇങ്ങനെ ജീവിക്കണം എന്നാണോ? 2 കുട്ടികളുണ്ട്, നോക്കാൻ ആരും ഇല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കണം എന്നാണോ? ഇങ്ങനെ തുണി അഴിച്ച് കാണിച്ച് ജീവിക്കണം എന്നാണോ? ഇങ്ങനെ ഞാൻ ജീവിക്കൂ എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ദൈവം തമ്പുരാന് പോലും അവരെ തിരുത്താൻ പറ്റില്ല. അവരിങ്ങനെ ജീവിക്കൂ, ഇങ്ങനെ ജീവിക്കൂ. കഴിഞ്ഞ ദിവസം ഒരു ബൈറ്റ് കണ്ടു, ഞാൻ ടെക്സ്റ്റൈൽസിൽ തുണിയെടുത്ത് കൊടുത്താണെങ്കിലും ഞാൻ ജീവിക്കും. എന്തേ ചെയ്യാൻ പറ്റില്ലേ? മോശപ്പെട്ട പണിയാണോ? ഒന്നുമല്ലല്ലോ. അവിടെ അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാമറാമാൻമാരെയും കൊണ്ട് നടക്കാൻ പറ്റില്ല. പോകുന്നിടത്ത് ടോയ്ലറ്റിൽ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ പോലും ക്യാമറയാണ്. സാധാരണക്കാരെ പോലെ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന രേണുസുതി, ഇതാണ് ടൈറ്റിൽ. അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടു ഒരു ചാനലിൽ. ശരിക്കും ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് അയാളുടെ ആത്മാവിന് പോലും ശാന്തി കിട്ടാതെ അലഞ്ഞു നടക്കുകയായിരിക്കും. ഒരു നിമിഷം പോലും ആ മനുഷ്യൻ്റെ ആത്മാവിന് സമാധാനം കിട്ടിയിട്ടുണ്ടാവില്ല. ഇവര് ആ കോൺഫിഡൻസിനെ ഇവരെല്ലാം യൂട്ടിലൈസ് ചെയ്യുമല്ലേ അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെയാണോ ഒരു ആ പെണ്ണ്, ഈ പെണ്ണിനുണ്ടല്ലോ, ഈ പെണ്ണ് സർവനാശത്തിലേക്കായിരുന്നു ഇരിക്കുന്നത്. ഇതിന് ബുദ്ധിയും ബോധവും ഉണ്ടെങ്കിൽ ഇനിയാണെങ്കിൽ അതിന് കരകയറാൻ സമയമുണ്ട്. അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അവള് വ്യഭിചരിക്കുവോ, ഇല്ലെങ്കിൽ ബാറിൽ പോയി ഡാൻസ് ചെയ്യുവോ, വെള്ളമടിക്കുവോ, എന്ത് വേണേ, ഇതൊക്കെ അവൾക്കുടെ സ്വകാര്യമായ കാര്യമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ വ്യഭിചാരം ഒരു നിയമവിധേയമായ കാര്യമാണ് എന്ന് ചൈൽഡ് ലൈനിലെ ആൾക്കാർ എന്നോട് പറഞ്ഞതാ കേട്ടോ. ചൈൽഡ് ലൈനിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ നമ്പർ സഹിതം ഞാൻ തരാം. ഒരു ഉദ്യോഗസ്ഥ എന്നോട് പറഞ്ഞതാ, ഇന്ത്യയിൽ വ്യഭിചാരം നിയമവിധേയമായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ആർക്ക് വേണേലും വ്യഭിചാരം ചെയ്യാമെന്നാണ് ചൈൽഡ് ലൈനിലുള്ളവർ പറഞ്ഞത്. ഗവൺമെൻറ്റിന് പോലും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് സാഹചര്യം. സൈബർ സെല്ലിൽ പോകുമ്പോൾ അവരും ചോദിക്കുന്നത് എന്താണ്? എന്തിൻ്റെ പേരിൽ നടപടിയെടുക്കും? ഇതാണ് ചോദിക്കുന്നത്. ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ, ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും, ഞാൻ അതിന് മോശപ്പെട്ടതൊന്നും കാണിച്ചിട്ടില്ലല്ലോ, എൻ്റെ പ്രൊഫൈലിൽ കാണിക്കുന്നതല്ലേ, സബ്സ്ക്രിപ്ഷൻ എനിക്ക് മെറ്റ തന്നതാണ്, ഞാനവിടെ മോശമായിട്ട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ മെറ്റ നടപടി എടുക്കില്ലേ? ഇതൊക്കെയാണ് സൈബർ സെല്ലിൽ നിന്ന് വിളിക്കുമ്പോഴേക്കും തിരിച്ചുള്ള ചോദ്യങ്ങൾ. നിയമവശം പറഞ്ഞു കൊടുക്കാൻ അഡ്വക്കേറ്റ്സ് ഉണ്ട് ഇവർക്ക്. രേഷ്മ പി തങ്കച്ചൻ്റെ കാര്യം മാത്രമല്ല, ഇത്തരം കേസുകൾക്ക്. അതുകൊണ്ട് സൈബർ സെല്ലുകാർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നോട് കേസിൻ്റെ അപ്ഡേഷൻ ചോദിച്ചവർക്ക് മറുപടിയാണ്, നമുക്ക് സാധാരണക്കാരാണ്, നമ്മുടെ കയ്യിൽ അധികാരമില്ല, അതുകൊണ്ട് തന്നെ നിയമം കയ്യിലെടുക്കാനുള്ള റൈറ്റും നമ്മുടെ കയ്യിലില്ല. പരാതികൾ കൊടുക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, അത് ഫോളോ അപ്പ് ചെയ്യാനും പറ്റും. പക്ഷേ നടപടി എടുക്കേണ്ടവർ അത് എടുത്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. നടപടി എടുക്കേണ്ടവർ നടപടി എടുക്കണം. സൈബർ സെല്ലിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും, വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ എടുത്തില്ല, സംസാരിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. ഇതൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. എക്സൈസിൽ വിളിച്ചാൽ അവർ പറയും, ഞങ്ങൾ നോട്ടീസ് അയച്ചിട്ടുണ്ട്, അതിന് മറുപടി വരണം. മാസങ്ങളായി നോർക്കണം. മനസ്സിലായില്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അവരെയും കുറ്റം പറയാൻ പറ്റില്ല, അവരുടെ ലിമിറ്റേഷൻസ് ആണ്. അവരുടെ ലിമിറ്റേഷൻസ് ആയിട്ട് മാത്രമേ എനിക്കത് തോന്നിയിട്ടുള്ളൂ. അവരെയും തെറ്റ് പറയാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി കാരണം ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി ഇവൾക്കെതിരെ കൊടുത്തിരുന്നു. ഇവൾക്കെതിരെ ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, കസ്റ്റംസ് ഇൻ്റലിജൻസി കൊടുത്തിട്ടുണ്ട്, പിന്നെ ഓറൽ കംപ്ലൈൻറ്റ് പിന്നെ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്, കോട്ടയം സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. കേട്ടല്ലോ? നിങ്ങൾ ആലോചിക്കുക, യൂട്യൂബേഴ്സ് മാത്രമല്ല ഇവരെ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്നത്. ഇതുപോലുള്ള അമ്മമാരും ഇവരെ കൊണ്ട് പൊറുതിമുട്ടിയിട്ടാണ് ഓരോ സ്ഥലങ്ങളിലും കംപ്ലൈൻറ്റ് കൊടുത്തത്. ബാക്കി അവരൊക്കെ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇവളുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം നോക്കി അവൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ചൈൽഡ് ലൈൻകാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ കാര്യം അന്വേഷിച്ച് ഇവൾക്ക് കുട്ടിയുടെ കാര്യത്തിൽ, ഞാൻ പറഞ്ഞ ആ കുട്ടിക്ക്, ഇവൾ കുട്ടിയെ നോക്കുന്നില്ല, 24 മണിക്കൂർ കുട്ടി മൊബൈലിൽ അഡിക്റ്റാണ്. പിന്നെ ഈ കുട്ടിയുടെ കാര്യവും പറഞ്ഞാണ് ഇവള് നാട് നീളെ കൊച്ചിനെ നോക്കാതെ നാട് നീളെ നടക്കുന്നതെന്ന് പറഞ്ഞു. ഇവർ പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇവർ നല്ല രസമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. പല ഹോട്ടലുകളും പോയിട്ട് ഇവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റി ഫുഡിലായിരിക്കും കഴിക്കുന്നത്. ആ കുട്ടിയുടെ കാര്യം ആലോചിച്ചു. ആ കുട്ടീനെ അങ്ങനെ വീഡിയോയിൽ കാണുന്നതന്നെ കുറവാണ്. ഈ രേഷ്മ പി തങ്കച്ചൻ സഹതാപം ഉണ്ടാക്കാൻ വേണ്ടി വല്ലപ്പോഴും അതിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് എന്തെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സുധിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് കുറേ ഷോ കാണിക്കും. ആ സമയത്തല്ലാതെ, അതല്ലെങ്കിൽ പിന്നെ കാറിനകത്ത് ഇവരെ വിളിക്കാൻ പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ ഒക്കെയാണ് ആ കുട്ടീനെ കാണുന്നത്. ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 1% ഭക്ഷണം ആ കുട്ടി കഴിക്കാൻ സാധ്യതയുണ്ടോ? അപ്പോൾ ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ സുഖമായിട്ട് നടന്ന് ഇവരെ പാമ്പർ ചെയ്ത് നടക്കുന്ന കുറേ ആൾക്കാർ ചുറ്റും വേണം. ഇവർക്ക് സുഖകരമായിട്ടുള്ള ജീവിതം, ഭക്ഷണം, ഇത് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അല്ലാണ്ട് കുട്ടി എങ്ങനെയായാലും ആർക്കെന്താ ഒരു പ്രശ്നവുമില്ല. ആ കുട്ടി എന്തുകൊണ്ടാണ് കിച്ചുവിനെ കാണുമ്പോൾ ഇത്രയും ഹാപ്പി ആവുന്നത്? കിച്ചു അവനെ പുറത്ത് കൊണ്ടുപോകുന്നു, ചിക്കിങ്ങിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ KFC കൊണ്ടുപോവുക, അവിടുന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. അതാണ് കിച്ചുവിനെ കാണുമ്പോൾ അവൻ ഇത്രയും ഹാപ്പി ആവുന്നത്, കിച്ചുവിനുള്ള പുറത്ത് പോകാൻ അത്രയും താല്പര്യം കാണിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് ടൈം വീഡിയോ കണ്ടപ്പോഴേക്കും അവൻ്റെ തുടക്കത്തിലൊന്നും ആ താല്പര്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല.
പകുതി കഴിഞ്ഞപ്പോഴാണ്, ആ വീഡിയോയുടെ പകുതി കഴിഞ്ഞപ്പോഴാണ് അവൻ അത്രയും എൻജോയ് ചെയ്ത് ഫീൽ ചെയ്യുന്നത്, അവനൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ കാരണമൊക്കെ തലയിൽ ആൾതാമസമുള്ളവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത്, എന്തുകൊണ്ടാണെന്നുള്ളത്. അങ്ങനെ അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായ ഒരു സ്ത്രീ പറയാമോ വ്യഭിചാരം ഇന്ത്യയിൽ നിയമവിധേയമാണെന്നോ? ഇതൊക്കെയാണോ ഇവരെന്താ എന്തോ ഇതൊക്കെ ഈ ഉദ്ദേശിക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അങ്ങനെ ഉണ്ടെ പിന്നെ വ്യഭിചാരത്തിന് എന്തിനാ ഇവർ പോലീസുകാർ കേസെടുക്കുന്നു? ഓരോരുത്തരെയും എവിടെയെങ്കിലും ഒക്കെ ഇട്ട് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ വ്യഭിചാരത്തിന് കേസെടുക്കുന്ന എന്തിനാ? എങ്കിൽ ഇവൾക്ക് തൊഴിലാളിയാന്നുള്ള കാർഡ് കൊടുക്കട്ടെ, ഈ രേണുവിന് കാർഡ് കൊടുക്കട്ടെ, എന്നിട്ട് ഇവൾ എന്ത് വേണമെങ്കിലും അർമാദിക്കട്ടെ. ഇവളെന്തിനാ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ മാതിരി കോപ്രായങ്ങൾ മുഴുവൻ കാണിക്കുന്ന എന്ത് കാര്യത്തിനാ? അവൾക്ക് അവിടെ സ്വകാര്യതയുണ്ട്. ഈ സോഷ്യൽ മീഡിയ 8-10 ചാനലുകാരുണ്ട്. അതിലൊരു ചാനലുകാരിൽ ഒരുത്തീനെ ഞാൻ വിളിച്ചിട്ട് അവളോട് ഞാൻ ചോദിച്ചു, നിനക്കൊന്നും ഒരു പണിയില്ലേന്ന് ഞാൻ ചോദിച്ചു. ഞങ്ങൾക്ക് റീച്ചല്ലേ വേണ്ടതെന്ന്. അവൾ പറഞ്ഞു അതാ അവർക്ക് റീച്ചാണ് വേണ്ടത്. ആ പെണ്ണിൻ്റെ ഭാവി എന്നാ? ആ പെണ്ണിനെ ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അതിനൊരു നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ പറഞ്ഞത് ചിന്നക്കട അല്ലെങ്കിൽ ഈ പറഞ്ഞ ശ്രീതുവോ ഇങ്ങനെയുള്ള ആരും ഇവൾക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കാനില്ല, നന്മ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. എല്ലാവർക്കും അവളുടെ പൈസ മതി. ഞാൻ പറഞ്ഞു ഞാനത് നമ്മൾ അതാത് അതോറിറ്റിയിൽ ഇനി ഇവളുടെ പോക്കും വരവും ഒക്കെ പോലീസുകാർ അല്ലെങ്കിൽ പോലീസുകാരെന്നല്ല എയർപോർട്ടിലെ ഉദ്യോഗസ്ഥരും എല്ലാവരും ചെക്ക് ചെയ്താണ് എനിക്ക് ഇനി അവിടെ വരവും പോക്കും ഒക്കെ. ഇവള് പണ്ടത്തെ പോലെ സ്വർണ്ണം ഇവിടെ കൊണ്ടുവന്ന് ചേടത്തി മേടിച്ച് തന്നാന്നും അനിയത്തി മേടിച്ച് തന്നാന്നൊന്നും പറയാൻ പറ്റത്തില്ല. 1 പവൻ കൊണ്ടുവന്നാലും അത് ഇട്ടുകൊണ്ട് പോകുന്നു, അല്ലാതെ ഇങ്ങോട്ട് തിരിച്ച് പുതിയത് ഇട്ടുകൊണ്ട് വന്നാൽ അതിന് ചോദ്യമുണ്ടാവും. നമുക്ക് കാണാം എത്രത്തോളം ഇവളിങ്ങനെ പോകുമെന്ന് അറിയണം. നാട്ടുകാരെ എല്ലാവരും വെല്ലുവിളിച്ച് ഇവൾ എത്രത്തോളം പോകുന്നു നമുക്ക് നോക്കാം. ഇതാണ് ഇവർ കരിഷ്മയോട് സംസാരിച്ച ഓഡിയോയുടെ ഒരു ഭാഗം അവർ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. പക്ഷെ പലയിടത്തും കരിഷ്മയ്ക്ക് ഉത്തരം മുട്ടിപ്പോയി. കരിഷ്മ എനിക്കതിനുള്ള കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സ്ത്രീയെ ഇങ്ങനെ പോർട്രേറ്റ് ചെയ്ത് ഈ ലെവലിൽ പബ്ലിക്കിന് മുമ്പിൽ ഇട്ടുകൊടുത്തിട്ട് അവരെ വെച്ച് ജീവിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? അവർ പാവമാണ്, 2 കുട്ടികളെ വളർത്താൻ വേണ്ടിയല്ലേ, വിധവയല്ലേ, നാട്ടിൽ വേറെ വിധവകളൊന്നും ഇല്ലല്ലോ അല്ലേ, നമ്മുടെയൊക്കെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ വന്ന എത്രയോ സ്ത്രീകൾ, എത്രയോ അമ്മമാർ, മോനെ ഞാനും വിധവയാണ്, ഞാനും കഷ്ടപ്പെട്ടാണ് കുട്ടികളെ വളർത്തുന്നത് എന്നൊക്കെ പറയുന്ന എത്രയോ അമ്മമാർ നമ്മുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. അവരോടൊക്കെ ബഹുമാനം തോന്നുകയാണ്. ഞാനൊരു ഇൻ്റർവ്യൂ റിയാക്ട് ചെയ്യുന്നുണ്ട്. ആ ഇൻ്റർവ്യൂ കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരു പെൺകുട്ടി 29 വയസ്സേ ഉള്ളൂ. ആ കുട്ടി നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ, അതിനൊരു പരിധി വരെ സൊസൈറ്റി കാരണമാണ്. ഞാൻ ആ വിഷയം എടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ശരിക്കും ആ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അങ്ങനെയും പെൺകുട്ടികൾ ഈ സൊസൈറ്റി ജീവിക്കുന്നുണ്ട്. അത് ഈ വിഷയവുമായിട്ട് കണക്റ്റഡാണ്, ഞാനത് സംസാരിക്കാം. എന്തായാലും ഏകദേശമൊക്കെ ഒതുങ്ങി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. നമുക്ക് ബാക്കി മുന്നോട്ടുള്ള ദിവസം വരുമ്പോൾ അറിയാം ഇതിലപ്പുറം ഉണ്ടാവും എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ നിലവിൽ ഒരുപാട് വീഡിയോകളൊന്നും അങ്ങനെ വരുന്നില്ല. ഇവരുടെ എന്തെങ്കിലും ഇനാഗുറേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പൂജകളോ പ്രോഗ്രാംസൊക്കെ ഉള്ളപ്പോഴാണ് മീഡിയക്കാരന്മാർ പുറകെ നടക്കുന്നതും മുക്കിന് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പ്രോഗ്രാമുകൾ കുറയുമ്പോൾ, ഇനാഗുറേഷൻസ് കുറയുമ്പോൾ വീഡിയോകളുടെ എണ്ണവും കുറയുമെന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ പിന്നെ കാണുന്ന ഇവരുടെ ഓൺലൈൻ ആംഗ്ലമാരുടെ വീഡിയോകളെല്ലാം അങ്ങോട്ട് റിപ്പോർട്ട് അടിച്ച് കളഞ്ഞേക്കുക, അതാണ് നല്ലത്. ബ്ലോക്ക് ചെയ്ത് വിടുക, റിപ്പോർട്ട് അടിക്കുക. അങ്ങനെയുള്ള കലാപരിപാടികൾ ജനങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവന്മാർ ഈ പരിപാടി നിർത്തും. ആ സ്ത്രീ പറഞ്ഞ കേട്ടല്ലോ, ആ ഓൺലൈൻ മീഡിയയിലെ സ്ത്രീ അമ്മയോട് പറഞ്ഞ കേട്ടല്ലോ, ഞങ്ങൾക്ക് റീച്ച് വേണ്ടതെന്ന്. യൂട്യൂബേഴ്സ് മാത്രമല്ല റീച്ച് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇവരുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഉണ്ടാക്കാറുണ്ടോ? ഈ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിനക്കൊന്നും വേറെ പണിയില്ലെന്ന് ചോദിക്കുന്ന അവന്മാർ അല്ലെങ്കിൽ അവളുമാർ ഈ പുറകെ നടന്ന് വീഡിയോ എടുക്കുന്നവരുടെ കമൻറ്റ് ബോക്സിൽ പോകാറുണ്ടോ? നിനക്കൊന്നും വേറെ പണിയില്ലേ, എന്തിനാ അവളുടെ പുറകെ മണപ്പിച്ച് നടക്കുന്നതെന്ന് ചോദിക്കാറുണ്ടോ? അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് രേഷ്മ പി തങ്കച്ചനെ വെറുക്കുന്നവർ മാത്രമാണ്. എനിവേ, ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്, സംസാരിക്കാനുള്ളത്. ഈ ഒരു ഓഡിയോ നിങ്ങൾ കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു. അത് അവർ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഓഡിയോ പബ്ലിക്കിൽ കേൾപ്പിക്കണം. ഞാനിങ്ങനെ ആ സ്ത്രീയോട് ചോദിച്ചിട്ടുണ്ട്, ചോദ്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സോ അവരുടെ മറുപടി ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ അമ്മ എനിക്കത് അയച്ചു തന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.